ഇത് നിങ്ങൾ ഫ്രീ ആണോ ഇപ്പോ? അതെ. ഞാൻ ഇത് ലൈവ് ഇത് ലൈവാ? ലൈവ് അല്ല, ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ. പിന്നെ ഞാൻ നിങ്ങളെ എല്ലാ ഇതും വീഡിയോ ഒക്കെ നോക്കാറുണ്ട്. ആ നിങ്ങളത് മാത്രല്ല മനസ്സിലായി. പറയൂ. സെബാസ്റ്റ്യൻ ജാമിദ ടീച്ചറോടെല്ലാം എന്ത് പറയാ, നിങ്ങൾ ഒരു ഞാൻ കേട്ടത് എപ്പോ അത് നിങ്ങൾ വീഡിയോ ടെസ്റ്റ് അറിയില്ല, മറ്റേ ഒരു തെറ്റിദ്ധരിപ്പിച്ചതാ. എന്തായിരുന്നു? അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അതാണ്. വാതിൽ അഷർക്ക മുശ്രിക്കിനല്ലേ? വാതിൽ അഷർക്ക മുശ്രിക്കിന്, അത് മുശ്രിക്കുകളെ അവർക്ക് ശാപവാക്ക് അല്ലേ പറഞ്ഞത് അല്ലേ? മുശ്രിക്ക് ആരാണ് ലിയാഖത്ത് സാറേ? അല്ല, ശാപവാക്കാണ് അത്. അതില്ലെന്റെ അർത്ഥം അല്ല, ഏതുമായിട്ട് അല്ല, അതില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറയൂ സുഹൃത്തെ. മുശ്രിക്ക് നമുക്ക് പറഞ്ഞുതരാം. പറയാം ആദ്യം അതില് തീരുമാനിക്കട്ടെ, നമുക്ക് മുശ്രിക്കിലേക്ക് പോവാം. പറയാന്നേ. ഇപ്പൊ നമ്മളൊരു ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയാം, എന്താണ് പറയുന്നതെന്ന് ആദ്യം തീരുമാനിക്കാം, എന്നിട്ട് അതിൽ പിന്നെ മാറ്റി പറയാൻ പാടില്ല. അതുകൊണ്ടാണ്. അതല്ല, ഏതോട്ടെ അവർ മറ്റേ അതില്ല ശിർക്ക്. അതില്ലെന്ന് പറഞ്ഞ എന്താണ്? എന്താ നിങ്ങൾ പറയേ. അല്ലല്ലേ, എന്താ അതില്ല ശിർക്കല്ലേ? അതില്ല ശിർക്ക് വൽ മുശ്രിക്കീനല്ലേ? അപ്പൊ അതില്ല ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ശിർക്ക് മുശ്രിക്കിലേക്ക് പോവാന്ന്. ഓരോ ഭാഗങ്ങൾ ചെയ്യാലോ. അതെ, നിങ്ങൾ പറഞ്ഞോളൂ. ഇത് അല്ല, നിങ്ങൾ പറയേ. നിങ്ങളിപ്പോ തെറ്റിദ്ധാരണ തീർക്കാൻ വിളിച്ചല്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ തെറ്റിദ്ധാരണ തീർക്കാൻ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ല നിങ്ങൾ ആക്ഷേപം? മുശ്രിക്ക് ആരാ നമുക്ക് സംസാരിക്കുന്നേ? അതില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞില്ല. അതില്ല ആദ്യത്തെ വാക്ക്. അതില്ലങ്ങ് തീരുമാനാക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി അടുത്തേക്ക് പോവാം. എന്താ പറഞ്ഞത്? എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല, അത് പറഞ്ഞേ. അല്ലാഹുമ്മ അതില്ല. നിങ്ങളിപ്പോ ശിർക്ക്, അതില്ല ശിർക്ക് ആരാണ് മുശ്രിക്ക് എന്നല്ലേ ചോദിച്ചത്? അപ്പൊ ആദ്യം നമുക്ക് അതില്ല എന്താ തീരുമാനാക്കണ്ടേ? ആരാണ് അതില്ലെന്ന് പറഞ്ഞ എന്താണ്? അതില്ല എന്താണ് അത്? നിങ്ങൾ പറയൂ സുഹൃത്തെ. ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലേ പറയണത്? അപ്പൊ നിങ്ങൾ ആ തെറ്റിദ്ധാരണ തീർക്കാൻ വിളിച്ചല്ലേ? എന്റെ തെറ്റിദ്ധാരണ എന്നെ തിരുത്താൻ വിളിച്ചതല്ലേ? ഞാൻ അതല്ല പറഞ്ഞത്. അതില്ലൊരു മുഷിക്കിന്റെ അതില്ലതല്ല ഞാൻ നിങ്ങൾക്ക് വിളിച്ചത്. നമ്മൾ അതില്ലാണ് പ്രശ്നം. ഞാൻ വിളിച്ച കാരണം അതില്ല മുഷിരിക്കിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ വിളിച്ചതാ. അതില്ലനെ പറ്റി ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. പിന്നെ അതായത് നമ്മള് മറ്റുള്ളവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നു മുസ്ലിങ്ങൾ എന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലേ നിങ്ങളെ വാദം? അതല്ല നിങ്ങൾ പറഞ്ഞത്. അതായത് മറ്റുള്ളവർക്കെതിരെ അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നു, മുശ്രിക്കുകൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നു എന്ന് ഞാൻ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലേ നിങ്ങളെ വാദം? അല്ലല്ല, അതില്ല മുശ്രിക്കുകളല്ല. മുശ്രിക്കുകൾ ആരാണ്? ഞാൻ അതിനാണ് വിളിച്ചത്. എങ്ങനെ? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്ത് അവിടെയാണല്ലോ മുശ്രിക്കിന്റെ മറ്റേ ഖുർആനിൽ പറയുന്ന മുശ്രിക്കുകൾ. ശരിയല്ലേ? മനസ്സിലായില്ല. റസൂലുള്ളാഹി അല്ലല്ലോ. എങ്ങനെ? റസൂലിന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മാത്രമാണോ മുശ്രിക്കുകള്? അല്ലല്ല. ശിർക്ക് എന്ന് പറഞ്ഞാ എന്താ? അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കാം. അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കലാണ് ശിർക്ക്. അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കലോ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലോ രണ്ടും ശിർക്ക് തന്നെയാണ്. എങ്ങനെയാണ്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലും ശിർക്ക് തന്നെയാണ്. അതെങ്ങനെ ശിർക്കാവാ? അള്ളാഹ് പങ്കു ചേർക്കല് ശിർക്കാവാ? അപ്പൊ അള്ളാഹു അല്ല വേറൊരാളാണ് ദൈവം എന്ന് തീരുമാനിച്ചാൽ എന്താണ്? എവിടെ വേറെ അവരല്ല. ഇത് അള്ളാഹു അല്ല ഹുബാലാണ് ദൈവം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? അല്ലേ? ഹുബാൽ എവിടെ? ഇത് അവർ മക്ക മുശ്രിക്കുകൾ അള്ളാഹിലാണ് വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാ മുശ്രിക്കുകളും അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, മറ്റുള്ള ദൈവങ്ങളെയും വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കൽ എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കൽ എന്താണ്? ഏത് എന്താണ്? അള്ളാഹു
അതെ, അല്ലാത്തവരോട്. അള്ളാഹുവിന്റെ ഒരു വിശ്വാസമുണ്ട്. പക്ഷെ അവർ അള്ളാഹ് കൂട്ടുകാരെ വെച്ചു, ഷിർക്ക് അവർ ചെയ്തു. ആ അപ്പൊ ഇവിടെ ആരും ചെയ്യുന്നില്ലേ? ഇവിടെ ആരാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആരാ? മറ്റേ അമുസ്ലിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? ആരും വിശ്വസിക്കുന്നില്ല. അതാ എന്താണ് തെറ്റിദ്ധരിപ്പിച്ചാ കഷ്ടം? പറഞ്ഞേ. എന്ത് അതാണ് തെറ്റിദ്ധരിപ്പിച്ചേ. മനസ്സിലായില്ല, നിങ്ങൾ പറഞ്ഞേ എന്താണ്? അതാണ് തെറ്റിദ്ധരിപ്പിച്ചാൽ പറയാൻ കാരണം. അതാണ് മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളെ അവർ വേറെ ദൈവങ്ങളിലേക്ക് ഇബാദത്തായിട്ട്, അതായത് അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ ആരാധിക്കൽ എന്താണ്? ഏത്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നവർക്ക് ഇത് അവർക്ക് അള്ളാഹുന്റെ അവർ സത്യം പറഞ്ഞാൽ പിന്നെ നിഷേധിച്ചാൽ കാഫിറായല്ലത്. കാഫിരിങ്ങൾ മുശ്രിക്ക് വരില്ല. അവർ എങ്ങനെ? അള്ളാഹുവിന്റെ ഒരു വിശ്വാസം ഇല്ലല്ലോ അവർക്ക്. പിന്നെ അവർ മുശ്രിക്കായിട്ട് വരും. പിന്നെ എങ്ങനെ അവർ മുശ്രിക്കാവും? അപ്പൊ എങ്ങനെയാ? അപ്പൊ അവരെന്താവുക? അവർക്ക് അള്ളാഹുവിനെ അവർക്ക് അംഗീകരിച്ചിട്ട് അള്ളാഹിനെ നിഷേധിച്ചിട്ട് അവർ വേറെ ദൈവങ്ങളെയാണ്. സുഹൃത്തെ, അള്ളാഹു അല്ലേ യഥാർത്ഥത്തില്, ഒരു മിനിറ്റ്, അള്ളാഹു അല്ലേ യഥാർത്ഥത്തില് പിന്നെ ദൈവം? നിങ്ങളെ വിശ്വാസം അനുസരിച്ച് അല്ലേ? അള്ളാഹുവിന് അധികാരപ്പെട്ട അർഹതപ്പെട്ട ആരാധന മറ്റൊരാൾക്ക് ചെയ്യുന്നത് ഷിർക്കാണോ അല്ലേ? അവർ അള്ളാഹുവിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അതല്ലേ ഷിർക്ക്. പിന്നെ അള്ളാഹുവിന്റെ വിശ്വാസം വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഇബാദത്ത് കൊടുക്കുമ്പോഴാണ് ഷിർക്ക് എന്ന് വരുന്നല്ലേ? അതല്ലേ? ആരാ പറഞ്ഞ അങ്ങനെ നിങ്ങളോട്? അള്ളാഹു ആണ് യഥാർത്ഥ ദൈവം എന്നല്ല ഇസ്ലാമിന്റെ വിശ്വാസം. ഒരു മിനിറ്റ്. മക്ക മുശ്രിക്കുകൾ അതേപോലെ വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് തിരിയാത്തതിന്റെ പ്രശ്നമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെയും മറ്റു ദൈവങ്ങളെ പങ്കു ചേർക്കലും ഷിർക്ക് തന്നെയാണ്. അതും ഷിർക്കാണ്. അത് മാത്രമാണ് ഷിർക്ക്. നിങ്ങളോട് ആരാ പറഞ്ഞ? ഇത് അള്ളാഹുവിൽ വിശ്വസിക്കാതെ ഇത് ഷിർക്ക് എവിടെ നിന്ന് കിട്ടി? അത് അള്ളാഹു അല്ലേ സാക്ഷാൽ ആരാധ്യൻ? പറഞ്ഞുതരാം. അള്ളാഹു അല്ലേ സാക്ഷാൽ ആരാധ്യൻ? അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ട അവകാശപ്പെട്ട ആരാധന, അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്, അതിന്റെ പേരെന്താ? എങ്ങനെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിന് അർഹതപ്പെട്ട ആരാധന, അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ആരാധന, അള്ളാഹുവിന്റെ ഇലാഹ് എന്നുള്ള പിന്നെ ഇതൊക്കെ മറ്റൊരാൾക്ക് വകവെച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മറ്റുള്ള അള്ളാഹുവിന്റെ അള്ളാഹുവിനെ അംഗീകരിച്ചും കൊണ്ട്, അതാണ് മുശ്രിക്ക് അവിടെ തെറ്റിദ്ധാരണ എന്ന് പറയാൻ. മനസ്സിലായില്ല. അള്ളാഹു അവിടെ ഇപ്പൊ നമ്മൾ വരുന്നത് മുശ്രിക്കിന്റെ അവിടെ ഉദാഹരണം. വിഗ്രഹാരാധന ഷിർക്കാണോ? വിഗ്രഹാരാധന ഷിർക്കാണോ? വിഗ്രഹാരാധന ഷിർക്കാണ്. പക്ഷെ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചു, അള്ളാഹുവിന്റെ ഏകത്വത്തിന് അംഗീകരിച്ചു. മുശ്രിക്കുകള് ഇല്ല, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചിട്ടില്ല. ഇല്ല, അവർ തൗഹീദ് അംഗീകരിച്ചിട്ടില്ല. അല്ലല്ല, തൗഹീദ് അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു. അവർ നിസ്കരിച്ചിരുന്നു, നോമ്പ് നോക്കിയിരുന്നു, സക്കാത്ത് കൊടുത്തിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു, ഉംറ ചെയ്തിരുന്നു, ഇത്തികാഫി ഇരിക്കുമായിരുന്നു. എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്, അല്ലാത്തക്ക് വേണ്ടി അവർ ചെയ്തില്ല ഒരു ഇബാദത്തും. സുഹൃത്തേ, എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കലാണ്. അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കലാണോ അതോ അള്ളാഹുവിന് അർഹതപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കൽ ഷിർക്കാണോ? മറ്റൊരാൾക്ക് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത്, അതിനൊട്ടും അർഹതയില്ലാത്ത വിഗ്രഹങ്ങൾക്കോ മറ്റു വ്യക്തികൾക്കോ ചാർത്തി കൊടുക്കൽ ഷിർക്കാണോ കുഫ്റാണോ? പറയും. ഏത്? അത് ഷിർക്കാണ്. ഇവിടെ ആരും അള്ളാഹിനെ അംഗീകരിക്കുന്നില്ലല്ലേ? രണ്ട് തരം ഷിർക്ക് ഉണ്ട്. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഷിർക്കും അള്ളാഹുവിനെ അംഗീകരിക്കാത്ത കുഫറിലായിക്കൊണ്ട് ചെയ്യുന്ന ഷിർക്കും. ഇത് രണ്ടും ഷിർക്കാണ്. കുഫറിലുള്ളതും ഷിർക്കാണ്. നിങ്ങൾക്ക് എവിടുന്നത് മനസ്സിലായി? നിങ്ങൾ എവിടുന്നത് പഠിച്ചത്? അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് നിഷേധിച്ചിട്ട് മറ്റു ശക്തികളെ ആരാധിക്കുന്നത്, അതായത് ആരാധനയിൽ പങ്കു ചേർക്കുക, ആരാധനയിലുള്ള പങ്കു ചേർക്കലാണ് ഷിർക്ക്.
അള്ളാഹുവിനെ തീരെ ആരാധിക്കൂല, അള്ളാഹുവിനെ പരിഗണിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹു എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെ വിശ്വസിക്കുന്നില്ല. അവിടെ കുഫറായി. അത് കുഫർ മാത്രമാണോ അത്? ആ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അതിങ്ങനെ ശിർക്ക് അള്ളാഹിലേക്ക് പങ്കുവെക്കണം, അവിടെ അള്ളാഹിനെ വിശ്വസിക്കുന്നില്ലല്ലേ? എന്റെ സുഹൃത്തെ, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ മാത്രമാണ് ആരങ്ങളോട് പറഞ്ഞത്? അവിടെ അവർ അള്ളാഹുവിനെ ഇല്ല എന്ന് പറഞ്ഞോളൂ. അള്ളാഹുവിന് ഇപ്പൊ ഉദാഹരണം നിങ്ങളെ ഇതില് അള്ളാഹു അങ്ങനത്തെ ഒരു ശക്തിയേ ഇല്ല. അവർ മറ്റേ ബിംബങ്ങളെയാണ് ആരാധിക്കുന്നത്. എല്ലാ അള്ളാഹ്ക്ക് കൊടുക്കുന്ന എല്ലാ ഗുണവിശേഷങ്ങളും ബിംബങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? കൊടുത്ത പിന്നെ അവർ അള്ളാഹിനെ അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെ ശിർക്കാവാ? അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ല, ശരി, അത് ശിർക്ക് അല്ല നിങ്ങൾ പറയുന്നു. പക്ഷെ അള്ളാഹുവിനെ അപ്പൊ കല്ലിനെ ആരാധിക്കുന്നു, അത് ശിർക്കാണോ? അല്ലേ? അള്ളാഹിന്റെ വിശ്വാസമുണ്ട്, അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല. അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല. ആള് കല്ലുകളെയും പാമ്പുകളെയും മറ്റു എന്താ പറയാ സൂര്യനെ ചന്ദ്രനെയൊക്കെയാണ് ആരാധിക്കുന്നത്. അത് ശിർക്കാണോ? അല്ലേ? അവിടെ ആരാധിച്ചത് തെളിവുണ്ടോ? അള്ളാഹുവിനെ അംഗീകരിക്കാതെ ആരാധിച്ചത് എന്നൊക്കെ തെളിവുണ്ടോ? അതെ, അള്ളാഹിനെ അംഗീകരിക്കാതെ അതിനെ ശിർക്ക് ആര് പറഞ്ഞേ? വിഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇപ്പൊ പോകുമ്പോ നിങ്ങൾ വിഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്, അയാൾ ചെയ്യുന്നത് ശിർക്കാണോ? അല്ലേ? അത് ശിർക്കല്ല. ശിർക്കല്ല പറഞ്ഞാൽ അള്ളാഹിന്റെ വിശ്വാസമില്ലല്ലേ? അള്ളാഹിന്റെ വിശ്വാസം കുഫ്റായി. സുഹൃത്തെ, അവര് വിശ്വസിക്കണ്ടല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആരാധന ഷെയർ ചെയ്യപ്പെടുന്നതാണ്, ആരാധനയിൽ പങ്കുചേർക്കലാണ്. ആരാധനയിൽ പങ്കുചേർക്കുന്ന ഒരു കപ്പ് അള്ളാഹ്ക്കും ഒരു കപ്പ് ലാത്തക്കും കൊടുക്കുന്നതിനല്ല പറയുന്നത്. ആരാധന അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ആ ഒരു ആശയത്തിൽ നിൽക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു അല്ലാത്ത മറ്റു ശക്തികളോട് ആരാധിക്കുന്നത് ഷിർക്കാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ആ ചെയ്യുന്ന പ്രവൃത്തി ഷിർക്കാണ്. അതൊരു കർമ്മമാണ്, കർമ്മം അല്ലേ? അവിടെ അത് ആരെങ്കിലും ചെയ്തതായിട്ട് കുഫർ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കലാണ്, വിശ്വസിക്കാതിരിക്കലാണ് കുഫർ അല്ലേ? വിശ്വസിക്കാതിരിക്കൽ കുഫറാണ്. പക്ഷെ വിശ്വസിച്ചിട്ടോ വിശ്വസിച്ചുകൊണ്ടോ വിശ്വസിക്കാതെയോ ദൈവത്തിന് അള്ളാഹുവിന് അർഹതപ്പെട്ട പറയട്ടെ സുഹൃത്തെ, വിശ്വസിച്ചുകൊണ്ടോ അല്ലാതെയോ മറ്റൊരാളെ ആരാധിക്കൽ ഷിർക്കാണോ? അല്ലേ? വിശ്വസിക്കാതിരിക്കൽ കുഫറാണ്. അതിന്റെ തെളിവ് എവിഡൻസ് ഇത് സിമ്പിൾ അല്ലേ? നമ്മള് ഷിർക്കും കുഫറും അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു മിനിറ്റ് അല്ലാഹു അഅ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറയുന്നിടത്ത് ഷിർക്കും മുശ്രിക്കുകളും എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് വിഗ്രഹാരാധന നടത്തിയിരുന്ന മക്കാര് മാത്രമാണെന്നാണോ? ഇന്ത്യയിലെ മുശ്രിക്കുകൾ അത് ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെ അവസ്ഥയിലേക്ക് തന്നെ വരാം. ഇന്ത്യയിലെ മുശ്രിക്കുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹുദൈവ വിശ്വാസികൾ അത് ചെയ്യുന്നില്ല എന്നല്ല നിങ്ങളെ വാദം അല്ലേ? അതല്ല നിങ്ങളെ വാദം. ശരി. അപ്പൊ നിങ്ങൾ അതില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറയുന്നത് എ പി അബൂബക്കർ മുസ്ലിയാരും കൂട്ടരും തകർക്കണേ, അപമാനപ്പെടുത്തണേന്നാണോ? പിന്നെ ഇപ്പൊ അവിടെയാണ് പോയിന്റ് ഉള്ളത്. എന്ന് പറഞ്ഞാല് ഇവിടെയാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാക്കുകൾ പറയുന്നത്. എന്റെ മുജാഹിദുകൾ അങ്ങോട്ട് പറയും മുശ്രിക്കുന്ന, ഇവർ വർഗീയ മുശ്രിക്കാളും കടുത്തതാണ് മുജാഹിദുകളെ പറയും, ജമാഅത്ത് ഇസ്ലാമിനെയും പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമാണ്. ഈ മുസ്ലിം എന്ന് ഈ ഉമ്മത്ത് എല്ലാവരും അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലെ? എ പി ആവട്ടെ, ആവട്ടെ, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് മൊത്തം അള്ളാഹുവിനെ കൊണ്ട്. മറ്റുള്ള മതസ്ഥക്കാർ ആരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അവരോട് ചോദിച്ചാൽ ബ്രഹ്മ അങ്ങനെ പറയുമല്ലാതെ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ അവർ വെറുതെ അതേ ഞാൻ പറയാൻ കാരണം എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? മനസ്സിലായി, അത് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പറയുന്ന മുശ്രിക്ക് ആരാണ്? മുശ്രിക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അവിടെയാണ് അള്ളാഹുലേക്ക് ആര് പങ്കു ചേർത്തു അവർ ഷിർക്ക് ചെയ്ത് ആൾക്കാരാണ്. അത്രേ പറയുള്ളൂ. അത് ആരും
അത് ഇവിടെ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് അവിടെ പേരെടുത്തിട്ട് പറയുന്നില്ല. നമുക്ക് എങ്ങനെ ഞങ്ങൾക്ക് ഖുർആൻ ഹദീസ് നിങ്ങൾ എവിടുന്നാണ് ഷിർക്ക് പഠിച്ചത്? അതിനനുസരിച്ച് ഷിർക്കും തൗഹീദും നിങ്ങൾ എങ്ങനെയാ പഠിച്ചത്? ഞാൻ എവിടുന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയണേ? ഞാൻ മറ്റേ ഖുർആൻ വായിച്ചിട്ട് ഓരോ ആയത്തുകളും ഷിർക്കിനെ പറ്റിയുള്ള ഇത് പഠിച്ചിട്ടാണ് പഠിച്ചതാണ്. അതാ പറഞ്ഞു, ഇന്ത്യയിൽ ഒരാളെയും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരില്ല. അതാ ഞാൻ പറയാൻ കാരണം. അതാണ് ഞാൻ ഇതാക്കിയ. അല്ലാതെ അതിലേക്ക് നമുക്ക് വരാം. അത് രണ്ട് ഷിർക്ക് എത്ര തരണ്ട്? ഷിർക്ക് ഒന്ന് വസീല ഷിർക്കുണ്ട്, മറ്റേ ഷിർക്കിലേക്ക് പോകുന്ന ചെറിയ ഷിർക്ക്, വലിയ ഷിർക്ക്, അക്ബർ, അസ്ഗർ. എന്തൊക്കെയാണത്? ഒന്നാമത് ഷിർക്കത് അള്ളാഹുവിന്റെ. നിങ്ങൾ ഷിർക്കിന്റെ വകഭേദങ്ങൾ പറയും. എത്ര തരം ഷിർക്കുണ്ട്? നിങ്ങൾ ഷിർക്ക് ഇത്ര വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാണ്. ഷിർക്ക് എത്ര പഠിച്ചത് ഒരു ഞങ്ങൾക്ക് ഓർമ്മയിൽ അസ്കർ, അക്ബർ, അങ്ങനെ അത്ര എന്റെ മനസ്സിലാകട്ടോ. പിന്നെ ഞാൻ വലിയൊരു പഠിച്ചിട്ടെന്തോ ഇത് പഠിച്ചത് എത്ര പഠിച്ച അത് മാത്രം ഞാൻ സംസാരിക്കാം. ആയിക്കോട്ടെ. ഞാൻ ഒരു പണ്ഡിതനൊന്നും അല്ല. ആയിക്കോട്ടെ, പ്രശ്നമില്ല. നിങ്ങൾ ഷിർക്കുകൾ എത്ര വിധമുണ്ട് പറയും. ഇതിപ്പോ ഷിർക്കല്ല. അതായത് ഒരു മിനിറ്റ്, ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള ഹിന്ദുക്കൾ ചെയ്യുന്ന വിഗ്രഹാരാധന ഷിർക്കല്ല എന്ന് നിങ്ങൾ പറയുമ്പോ എന്തൊക്കെയാണ് ഷിർക്ക് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണ്ടേ? അല്ല, അവർ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഇല്ലല്ലേ, പിന്നെ അവരോട് ചോദിച്ചു. അത് വേറെ കഥയല്ലേ. അതാണ് ഞാൻ ചെയ്തത്. അള്ളാഹുവിൽ വിശ്വസിക്കാതെ മറ്റു ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നത് ഷിർക്കാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഷിർക്ക് എത്ര തരണ്ട്, അത് ഏതൊക്കെയാണ് എന്ന് പറയണ്ടേ? ഞാൻ പഠിച്ചതിൽ അള്ളാഹുവിന്റെ. നിങ്ങൾ പഠിച്ചതിനെ കുറിച്ചല്ല ചോദിച്ചത്. അതിപ്പോ നിങ്ങൾ പഠിക്കാത്തതിന്റെ കുറ്റല്ലല്ലോ. ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് പറയണ്ടേ? അത് നിങ്ങൾ പറയേരി. നിങ്ങൾ പറയേ. ഞാൻ പറയുന്ന അത് ഇന്ത്യയിലുള്ള ആൾക്കാര് അത് മറ്റേ ഇത് അവർക്ക് അല്ല ഇതാക്കുന്നത്. അവർക്ക് അള്ളാഹിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്ത ആൾക്കാർ എങ്ങനെ ഷിർക്ക് വരാ? അവർ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു അവർ തെറി പറയാ, വിശ്വാസം അവർക്കില്ല. പിന്നെ എങ്ങനെ ഷിർക്ക്? അതാണ് ഷിർക്ക് എന്ന്. ഷരീക്ക് പറഞ്ഞ കൂട്ടുകാർ. എന്താണ് ഷരീക്ക്? അത് പറഞ്ഞത് പങ്ക് ചേർക്കുക, പാർട്ട്ണർഷിപ്പ് കൊടുക്കുക, പങ്കാളികളെ ചേർക്കുക. പങ്കാളി ആര് വേറെ? എങ്ങനെ? ഇപ്പോ മറ്റുള്ള മതസ്ഥക്കാർ ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവിനോടൊപ്പം മറ്റു ദൈവങ്ങളെ ആരാധിച്ചാൽ മാത്രമേ ഷിർക്കുള്ളൂ, അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റു ദൈവങ്ങളെ ആരാധിച്ചാൽ ഷിർക്കല്ല, അങ്ങനെയല്ലേ? അതാ ഞാൻ പറയുന്നത്. അല്ല, ആണോ അല്ലേ? ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞതാ. നിങ്ങൾ പറഞ്ഞ അതല്ലേന്ന്? അതന്നെ അല്ലേ? ഞാൻ പറഞ്ഞാ തന്നെ. അപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന ഷിർക്കല്ലേ? അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഷിർക്കല്ലേ? അതാണ് അവിടുന്ന് റസൂലുള്ള അവർക്ക് പഠിപ്പിച്ചതാണ്. അതാണ് അവർ ഹജ്ജ് ചെയ്യുമ്പോഴും എല്ലാം പറഞ്ഞു. അവരെല്ലാം അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതിനപ്പുറം അള്ളാഹുവിൽ അല്ലാത്ത ഇബാദത്ത് എടുക്കാൻ വേണ്ടി മതി അവിടെ നിർത്താൻ പറഞ്ഞതാ. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവിടുന്നാണ് തെളിവ്. അതാണ് തെളിവ്. അത് അവിടുന്നാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരി. ഇന്ന ആള് അവർ അള്ളാഹിനെ നിഷേധിച്ചിട്ടാണ്, അള്ളാഹിനെ അംഗീകരിക്കാതാണ് പ്രാർത്ഥിച്ചത്. ഞാൻ തെളിവ് തരാൻ നിങ്ങൾ തെളിവ് തരി. അതാ ഞാൻ തെളിവ് ചോദിക്കുന്നത്. എങ്ങനെ? മക്കത്തെ ഏതെങ്കിലും ഒരു മുഷിരിക്ക്, അത് മുഷിരിക്ക് അല്ല, അള്ളാഹുവിനെ തീരെ അംഗീകരിക്കാതെ മറ്റുള്ള ബിംബങ്ങളോടോ ലാത്തയോടോ പക്ഷെ ലാത്ത അള്ളാഹുവിന്റെ മക്കളാണ് അവിടെ അവർ പറഞ്ഞതാ. അപ്പൊ അള്ളാഹുവിന്റെ മക്കളാണ് എന്നൊക്കെ അവർക്ക് വിശ്വാസം. ഇതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഞാൻ ഷിർക്ക് എന്താന്ന് പറഞ്ഞുതരാം. ഷിർക്ക് എന്താന്ന് ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞ സാധനം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട, അള്ളാഹുവിന്റെ പരിമാതകാരങ്ങളിൽപ്പെട്ട ആരാധനകളിലോ സവിശേഷമായ സിഫത്തുകളോ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് കൽപ്പിച്ചു കൊടുക്കൽ ഷിർക്കാണ്. അത് നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് ചെയ്താലും അള്ളാഹുവിനെ അംഗീകരിക്കാതെ ചെയ്താലും ഷിർക്കാണ്.
അള്ളാഹുവിനെ ആ അംഗീകരിച്ചുകൊണ്ട് അത് ചെയ്താൽ ഒരു അത് മിനിറ്റ് അത് ഒരു എവിടെ മിനിറ്റ് നിന്ന് ഒരു കിട്ടി? മിനിറ്റ് ഓക്കെ ഓക്കെ അള്ളാഹുവിനെ ഓക്കെ. അംഗീകരിച്ചുകൊണ്ട് മാത്രം ചെയ്താൽ ഷിർക്കും, അള്ളാഹുവിനെ അംഗീകരിക്കാതെ മറ്റൊരു ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ അത് കുഫറും ഷിർക്കുമാണ്. രണ്ടും വരും. ഓക്കെ. അവിശ്വാസത്തിന്റെ ശിക്ഷയുണ്ട്, അതിന് ഷിർക്ക് ശിക്ഷയുണ്ട്. ഒരാൾ അത് അവിശ്വസിച്ചു ഒന്നിലും വിശ്വസിച്ചില്ലെങ്കിൽ ഷിർക്ക് ഇതിന്റെ കുറ്റമല്ല, ഉം, ഉം. പക്ഷെ അവിശ്വസിച്ചതിന്റെ കുറ്റം ഉണ്ടാവും. ഓക്കെ. എന്താണ് ഇസ്ലാം? യെസ്. ഇത് നിങ്ങൾക്ക് അത് അറിയാത്തതിന് ഓക്കെ. ഇന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ നമ്മൾ തർക്കിച്ച അല്ലല്ല സമയം അല്ല അല്ല കളയണ്ടല്ലോ. അല്ലല്ല അത് നിങ്ങൾ അല്ല അത് ആരാന്നൊക്കെ അതിന്റെ ഇത് നിങ്ങൾ തരുന്നതാ എവിഡൻസ്? നിങ്ങൾ ഷിർക്കിനെ കുറിച്ച് ഏതെങ്കിലും മദ്രസ പുസ്തകത്തിൽ എടുത്ത് വായിക്കുക സുഹൃത്തെ. നിങ്ങൾ ഒരുപാട് ദൂരത്തേക്കൊന്നും പോണ്ട. മദ്രസ പുസ്തകം എനിക്ക് മദ്രസ പുസ്തകമല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? മദ്രസ പുസ്തകമല്ല. പിന്നെന്താ വേണ്ടത്? നിങ്ങൾ എവിടുന്നാണ് ഇത് പഠിച്ചത്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വായിച്ച പുസ്തകം ഏതാ? ഈ ഷിർക്ക് നിങ്ങൾ എന്നോട് പറയുന്നതാണ് ഷിർക്ക് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ വായിച്ച പുസ്തകം ഏതാണ്? അല്ല, നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞില്ലേ ദൈവത്തിൽ വിശ്വസിച്ചതിന് ശേഷം, ഒരു മിനിറ്റ്, അള്ളാഹുവിനെ ദൈവമായി അംഗീകരിച്ചതിന് ശേഷം മറ്റു ദൈവങ്ങളെ അതിൽ പങ്കുചേർത്തവർ മാത്രമാണ് മുശ്രിക്കുകൾ എന്ന് നിങ്ങൾ പറഞ്ഞത് ഏത് പഠനത്തിന്റെ, ഏത് പുസ്തകത്തിന്റെ, എന്ത് റെഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കണ്ട. അല്ല, നിങ്ങളുടെ വാദത്തിന് തെളിവ് തരൂ. ഞാൻ പറയുന്നത് ഷിർക്കിന്റെ അടിസ്ഥാനമാണ്. തൗഹീദും ഷിർക്കും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏത് മദ്രസ കുട്ടികളോട് ചോദിച്ചാലും അറിയാൻ പറ്റും. നമ്മളെ നാട്ടിലെ ഹിന്ദുക്കൾ ഒരു മിനിറ്റ്, നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ ഈ വിഗ്രഹാരാധന നടത്തുന്ന ആളുകൾ, അവർ എന്താ പറയാ, മുശ്രിക്കുകളാണ് ഇസ്ലാമിന്റെ ദൃഷ്ട്യ എന്നറിയാത്ത ആരും ഉണ്ടാവില്ല. വെറുതെ എന്തിനാ നിങ്ങൾ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട്? അല്ലല്ല, ഇസ്ലാമിന്റെ ഓക്കെ, മുസ്ലിമീങ്ങൾ അംഗീകരിക്കട്ടെ, അള്ളാഹുവിനെ അവർ അംഗീകരിക്കട്ടെ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട്. എന്തിന്? അവർ വിശ്വസിക്കുന്നില്ലല്ലേ? അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവരുടെ പ്രവൃത്തി ഷിർക്കാണോ അല്ലേ? വിശ്വസിപ്പിക്കുന്നത് ഇത് വെറുതെ നിങ്ങൾ ബഹളം ഉണ്ടാക്കി, നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലല്ല, അവർക്ക് വിശ്വാസമില്ല. മക്ക മുശ്രിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇല്ലാത്തതിന് ആയിക്കോട്ടെ. വിശ്വാസം ഉണ്ടായത് കൊണ്ടോ? ഇപ്പൊ AP അബൂബക്കർ മുസ്ലിയാർക്ക് വിശ്വാസമുണ്ട്, CM വലിയുള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ പുള്ളി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് പ്രാർത്ഥിച്ചാൽ ഷിർക്കാകും. ഒരു മിനിറ്റ്, അത് മാത്രമേ ഷിർക്കാവുള്ളൂ. നിങ്ങളോട് ആരാ പറഞ്ഞത്? അതായത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന പങ്കുചേർക്കൽ മാത്രമാണ്, അള്ളാഹുൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന പങ്കുചേർക്കൽ മാത്രമാണ് ഷിർക്ക് എന്ന് നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഷിർക്ക് വിശദീകരിക്കുന്നിടത്ത് എവിടെയാണുള്ളത്? അതാണ് എവിഡൻസ് നിങ്ങളോട് തരാൻ പറഞ്ഞതാ. അത് നിങ്ങളല്ല വാദം പറഞ്ഞത്. നിങ്ങൾ ഇപ്പൊ ഇത് അല്ല വേറെ ഷിർക്ക് ഉണ്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു, ഞാനല്ല. അല്ല, നിങ്ങൾ ഈ ഷിർക്ക് എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചത് എവിടുന്നാണ്? അത് പറയും. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ് വേറെ ഷിർക്ക് ഉണ്ട് ഇന്ത്യയില്, മറ്റേ അതിന്റെ എവിഡൻസ് എങ്ങനെ? അതില്ലേ? അല്ല, അതാണ് ഷിർക്ക്. അത് ലോകത്ത് എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. അത് എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. നിങ്ങൾ അതിന്റെ എവിഡൻസ് അത് എല്ലാവർക്കും അറിയപ്പെടുന്നതാണ് സുഹൃത്തെ. എല്ലാവർക്കും ആർക്കും എല്ലാവർക്കും അറിയപ്പെടുന്നത്? നിങ്ങൾക്ക് ഖുർആൻ എടുക്കുന്നാല് പറഞ്ഞു. എത്രാമത്തെ? സൂറത്തുൽ അൻആമിലെ 74 മുതൽ 79 വരെയുള്ള വായിക്കും. ഇബ്രാഹിം നബിന്റെ വാപ്പാനെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ചാണ് പറയുന്നത്. 74 പറയും. 74 അതത്തഖിദുൽ അസ്നാമ ആലിഹത്തൻ. വായിക്കേ. 74 6-ാം അധ്യായത്തിൽ 74-ാമത്തെ. വൈദ് ഖാല ഇബ്രാഹിം ലി അബീഹി ആസറ. വായിക്കേ. അതത്തഖിദുൽ അസ്നാമ ആലിഹത്തൻ എന്താ അർത്ഥം? അത് ഇലാഹുകളാക്കി. എന്താ അർത്ഥം പറയേ? താങ്കൾ ബിംബങ്ങളെ ദൈവങ്ങളായി സ്വീകരിക്കുകയാണോ? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എവിടെയെങ്കിലും ഇബ്രാഹിമിന്റെ പിതാവ് അള്ളാഹുവിനെ ദൈവമായി വിശ്വസിച്ചിരുന്നോ? ഇബ്രാഹിമിന്റെ പരമ്പര അള്ളാഹുവിനെ ദൈവത്തിന്റെ കൂടെ വിശ്വസിച്ചിരുന്നോ?
നിങ്ങൾ ഇലാഹുകളാക്കിയതെന്ന് ചോദിക്കുന്നതാ. ആയിക്കോട്ടെ. അതിന് ആ? അപ്പോ ഇലാഹുകൾ ഇത് അത് ഷിർക്കാണല്ലേ? ഇതില് ഇബ്രാഹിമിന്റെ അവിടെ ഒരു മിനിറ്റ്, ഇബ്രാഹിമിന്റെ കുടുംബം, ഇബ്രാഹിമിന്റെ വാപ്പയും കാരണന്മാരും പാരമ്പര്യവും അവർ ഷിർക്കിലായിരുന്നു അല്ലയോ? ഷിർക്കിലായിരുന്നു. അവർ ഇലാഹുകളാക്കി, അത് അള്ളാഹുലേക്ക് പങ്കു ചേർത്തു അതാ പറഞ്ഞ. അവർ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നോ? അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും അറിവോ വിശ്വാസം ഉണ്ടായിരുന്നോ? എവിടെയുള്ള വേറെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു? എവിടെയുള്ള അവിടെ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ? അവിടെ ഇലാഹ് മനസ്സിലാണല്ലോ. ഇവിടെ എങ്ങനെ വേറെ ആരാധനകളുണ്ട്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നുള്ളതാണ്, ആരാധന അർപ്പിക്കുക എന്നുള്ളതാണ്, ആരാധനക്ക് അർഹരായിട്ട് അവര് കാണുന്നു എന്നുള്ളതാണ്. അതെ, ആരാധന കൊടുത്തു. ആരാധന കൊടുത്താൽ ഷിർക്കാവൂലേ? ഒരു മിനിറ്റ്, ആരാധന കൊടുത്താൽ ഷിർക്കാവൂല്ലേ? അള്ളാഹുവിന്റെ വിശ്വാസം, അതാണ് അവർ ഇലാഹുകൾ. ആരാധന കൊടുത്ത നിങ്ങൾക്ക് ഇതൊന്നും ആരാധന കൊടുത്ത ഷിർക്കാവോ? ഒരു മിനിറ്റ്, ഇബ്രാഹിം നബിന്റെ വാപ്പ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നോ? വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോ ഇബ്രാഹിമിന്റെ വാപ്പ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നോ? നിങ്ങൾ എവിടുന്ന് ദീൻ പഠിച്ചത്? നിങ്ങൾക്ക് എന്താ ദീനിനെ കുറിച്ച് അറിയാം? നിങ്ങൾ പറയും, ഇബ്രാഹിമിന്റെ വാപ്പ അള്ളാഹുവിനെ കുറിച്ച് അറിയാമായിരുന്നോ? അള്ളാഹു എന്ന ദൈവത്തെ വിശ്വസിച്ചിരുന്നോ? നിങ്ങൾ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോ അത് പറഞ്ഞല്ലോ. ഇവിടെ മുശ്രിക്കിന്റെ ഇതേ ഇല്ല. നിങ്ങൾക്ക് എന്നിട്ടും ഇനി മനസ്സിലാവണില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് പഴക്കൂല. അടിസ്ഥാനത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ എന്താ തൗഹീദിന്റെ അടിസ്ഥാനം? തൗഹീദിന്റെ അടിസ്ഥാനം എന്താ? ഷഹാദത്ത് അല്ലേ? ഒന്നാണ് പറഞ്ഞേ. ഷഹാദത്തിലേക്ക് നിങ്ങൾ ഷഹാദത്തും ചൊല്ലി അർത്ഥം പറഞ്ഞേ. ലാ ഇലാഹ. അങ്ങനെ അതൊക്കെ ഒന്നും പോണ്ടങ്ങള്. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റു ദൈവമില്ല. അപ്പോ അസറപ്പ് ദൈവമാണ് പറഞ്ഞാൽ അയാള് ഷിർക്കാണോ അല്ലേ? അസറപ്പുട്ടി ദൈവമാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ഗോമാത, അല്ലെങ്കിൽ നമ്മളെ പജ്ജ് ദൈവമാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ഷിർക്കാണോ അല്ലേ? ഇതിനെയാണ് പറയുന്നത്. നിങ്ങളിത് പറയും, നിങ്ങൾ മറുപടി പറയും. അള്ളാഹു അല്ലാതെ മറ്റു ദൈവമില്ല. ഇതാണ് ഷഹാദത്തിന്റെ ആദ്യ ഭാഗം അല്ലെ? ദൈവവുമായി ബന്ധപ്പെട്ട ഭാഗം. അതാണ് തൗഹീദിന്റെ പ്രഖ്യാപനം. ഒരു മിനിറ്റ്, തൗഹീദിനെ നിഷേധിക്കൽ. ഇനി തൗഹീദിനെ നിഷേധിക്കൽ എന്ന് പറഞ്ഞാല് അള്ളാഹു ദൈവമല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ കുഫറാണ്, കാഫിറാണ് അല്ലേ? അള്ളാഹു മാത്രല്ല വേറെ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ മുശ്രിക്കാവും അല്ലേ? അപ്പൊ അള്ളാഹുവും ദൈവമാണ് എന്ന് പറഞ്ഞാലും അള്ളാഹു അല്ല ദൈവം, ശരിക്കുള്ള ദൈവം ബ്രഹ്മാവാണെന്ന് പറഞ്ഞാലും ഷിർക്കാവും. മനസ്സിലായോ? കാരണം അത് ഷഹാദത്തിന്റെ നേർ വിപരീതമാണ്. ലാ ഇലാഹ എന്ന് പറയുന്നതിന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നിടത്തേക്ക് ഒരു മിനിറ്റ് നിങ്ങൾ വെറുതെ കിടന്ന് പടക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നിടത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പദത്തിന് വിരുദ്ധമായിട്ട് അവിടെ ആ ഇല്ലല്ലാന്റെ ഇടയിൽ വേറെ നിങ്ങൾ എന്ത് കയറ്റിയാലും ഷിർക്കാവും. എന്തായാലും കയറ്റിയ ഷിർക്കാവും. അതായത് രാമൻകുട്ടി ദൈവാണെന്ന് പറഞ്ഞാൽ ഷിർക്കാവും, ജോസഫുട്ടി ദൈവാണെന്ന് പറഞ്ഞാൽ ഷിർക്കാവും, അബൂബക്കർ ദൈവാണെന്ന് പറഞ്ഞാൽ ഷിർക്കാവും, മുഹമ്മദ് നബി ദൈവാണെന്ന് പറഞ്ഞാൽ ഷിർക്കാവും. അത് അള്ളാഹുവിൽ വിശ്വസിച്ച് ചെയ്താലും വിശ്വസിക്കാതെ ചെയ്താലും ഷിർക്കാവും. വിശ്വസിക്കാതെ ഷിർക്കാവും എന്ന് പറഞ്ഞത് അത് എവിടെ നിന്ന് കിട്ടിയാണ്? സുഹൃത്തെ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ എതിരാവും. അത് അവർ അംഗീകരിച്ചിട്ട് മക്ക മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ട്. നിങ്ങൾ ഇബ്രാഹിം നബിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തിനാ ബബ്ബ പഠിച്ചു വന്നോടി പറയും. ഇബ്രാഹിമിന്റെ അടുത്ത് വരി. ഇബ്രാഹിം നബിന്റെ അവിടെ മുശ്രിക്ക് ഒരു പദം ഇല്ലല്ലോ അവിടെ. എങ്ങനെ? അവിടെ ഷിർക്കിന്റെ ഒരു പദം ഇല്ലല്ലോ അവിടെ. ഇബ്രാഹിം നബി ചെയ്തത് ഷിർക്കല്ല. ഇബ്രാഹിം നബിന്റെ വാപ്പ ചെയ്തത് ഷിർക്കല്ല എവിടെ ഷിർക്ക്? അല്ലേ പറയേ. ഇബ്രാഹിം നബിയുടെ കാലത്ത്
ഇബ്രാഹിം നബിയുടെ കാലത്ത് പിന്നെ ഇബ്രാഹിമിന്റെ വാപ്പ വിഗ്രഹങ്ങളെ ആരാധിച്ചത് ഷിർക്കാണോ അല്ലയോ? 74-ാമത്തെ ആയത്തിൽ ഒരു ഷിർക്കിന്റെ ഒരു ഇല്ല ഇല്ല, ഷിർക്ക് എന്നുള്ള വാക്കില്ല. ശരിയാണ്, സമ്മതിച്ചു. നിങ്ങൾ പറയാ അതെന്താണ്, ഷിർക്കാണോ അല്ലേ? ഇബ്രാഹിം നബി വിശ്വാസം അനുസരിച്ച് അവരുടെ വിശ്വാസം എനിക്കറിയോ? ഇപ്പൊ അവരുടെ വിശ്വാസം ഇബ്രാഹിം നബിക്ക് അറിയുമല്ലേ എങ്ങനത്തെ വിശ്വാസമായിരുന്നു? അള്ളാഹ്ക്ക് അറിയല്ലോ അല്ലേ? അള്ളാഹ്ക്കും അറിയും. അതാണ് അവിടെ നിങ്ങക്ക് എങ്ങനെ അവരുടെ വിശ്വാസം നിങ്ങൾക്ക് അറിഞ്ഞ? സൂറത്ത് യൂസുഫ് 106 എടുക്കേ. ഓക്കെ, ഇനി ഇബ്രാഹിം അവിടെ അന്നാമെന്ന് പോയിട്ട് അന്നാമ എവിടെയും പോവില്ല. നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ട് പോവുള്ളൂ കേട്ടോ. പഠിപ്പിച്ചു തന്നിട്ടേ പോവുള്ളൂ. യൂസഫ് 106 വായിക്കേ. സൂറത്ത് യൂസുഫ് 106. ഞാൻ മൊബൈലിൽ ഇങ്ങനെ നോക്കാം. അത്ര അത് കൈ തട്ടിയാൽ വീണ്ടും താഴോട്ടോ മേലോട്ടോ പോകും. ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടേ വിടുള്ളൂ. നിങ്ങൾ ഉസ്താദ്മാരെ മുമ്പിലൊന്നും പോയി പഠനം കേട്ടോ. ശിർക്കും തൗഹീദും തിരിയാതെയാണ് ഇസ്ലാം പറയാൻ നടക്കണേ. 106 അതാ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഇതും ഷിർക്കാണ്. അവർ ഒരുപാട് അള്ളാഹ്ക്ക് പാർട്ട്ണർ വെക്കാതെ അവർ ആരും വിശ്വസിക്കുന്നില്ല. ഇതും ഷിർക്കാണ്. സൂറത്ത് നേരത്തെ ഞാൻ പറഞ്ഞ സൂറത്ത് അൻആമിലെ 74 പറയുന്നതും ഷിർക്കാണ്. അവിടെ ഷിർക്ക് എനിക്ക് പദം കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ശരി 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 വായിച്ചരാ കേട്ടോളി. നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് കുടുക്കിയിടാൻ വേണ്ടിട്ടായിരുന്നു. എന്റെ റബ്ബ് മാർഗദർശനം ഇല്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴി പിഴച്ചവരിൽ പെട്ടുപോകും. എടാ 77 74 അല്ലേ നമ്മൾ പറഞ്ഞത്? നമുക്ക് കുറച്ചൊന്നും ഇങ്ങനെ പോയിട്ടേ വായിച്ചു കേട്ടോ. അവൻ ദൃഢവിശ്വാസികൾ പെട്ടവനായിരിക്കുകയും കൂടി ചെയ്തു. അതായത് അവനായിരിക്കാനും. അങ്ങനെ രാത്രി അവൻ മൂടിയപ്പോൾ അവൻ നക്ഷത്രം കണ്ടു. അവൻ പറഞ്ഞു ഇതെന്റെ റബ്ബാണ്. നേരെ മറ്റോല് അള്ളാഹുവിന്റെ റബ്ബായിട്ട് മീൻസ് നക്ഷത്രങ്ങളെയും സൂര്യനെയും ഒക്കെ റബ്ബാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് അസ്തമിച്ചപ്പോൾ പറഞ്ഞു അസ്തമിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്. അത് പിന്നെ അസ്തമിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്റെ റബ്ബ് എനിക്ക് മാർഗദർശനം തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപിഴച്ചവരിൽ പെട്ടുപോകും എന്ന്. പിന്നെ സൂര്യൻ ഉദിക്കുന്നവനായി കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് ഏറ്റവും വലുത്. അത് പിന്നെ അസ്തമിച്ചപ്പോൾ അവർ പറഞ്ഞു എന്റെ ജനങ്ങളെ നിശ്ചയമായും നിങ്ങൾ ദൈവത്തെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് എല്ലാം ഞാൻ ഒഴിവാണ്. ഇപ്പൊ ഇത് ഇത്രയും പറഞ്ഞപ്പോ മൂസ പറഞ്ഞു നിങ്ങൾ ഈ പറയണ പോലെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ വിശ്വസിക്കുന്നതിൽ നിന്ന് പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ് അല്ലേ? എന്റെ ജനങ്ങളെ യാ ഖൗമി ഇന്നി ബരീഉൻ മിമ്മാ തുശ്രികൂൻ എന്നാണ് പറഞ്ഞത്. എന്താ ശിർക്ക്? 79 78-ാമത്തെ വചനത്തിന് നിങ്ങള് പിന്നെ നിസ്കരിക്കണ സമയത്ത് വജ്ജത്ത് ഓതലില്ലേ? പറയുന്നത് കേക്കില്ല. ഞാൻ മൊബൈലിൽ താഴെ വെച്ചിരുന്നു. 71 72 73 74 ഇബ്രാഹിം. ഞാൻ കന്നഡ നോക്കുന്നത്, മലയാളം ഇല്ല. കണ്ടോ ഇതുവേ ನನ್ನ ದೇವರೆಂದು ಚೂರುಳೆಂದರು ತರುವಾಯ ಬೆಳಗ್ಗೆ ಚಂದ್ರ ಕಂಡು ಇದುವೇ ನನ್ನ ದೇವರೆಂದು ಸಮುದಾಯ ಸೇರುವ. അതെ ഒരു അതന്നെ ഇലാഹന്നെ അവിടെ പറയുന്നത്. പിന്നെ എവിടെ? 79 78 വായിച്ചേ. 78 വായിക്കേ. യാ ഖൗം എന്ന് പറഞ്ഞ ഫലമ്മ ഖൽതു ഖാൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനം 78 വായിക്കേ. ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് ഏറ്റവും വലുത് എന്ന് എന്ത് കണ്ട് പറഞ്ഞു? സൂര്യനെ കണ്ടപ്പോൾ പറഞ്ഞു. ഫലമ്മ അഖൽതു ഖാല,
അങ്ങനെ അവർ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനതേ, ഇന്നി, നിശ്ചയമായി ഞാൻ, ഒഴിവായിപ്പെട്ടവനാണ്, മിമ്മാ, യാതൊന്നിൽ നിന്ന്, തുഷിരിക്കൂന, നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഒരു സൂര്യനാണ് പഠിച്ചോനെ എന്നാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയത് എന്നാ പറഞ്ഞത്. ഷംസാണ് ദൈവം, ഷംസാണ് ഏറ്റവും വലിയ. ഇവിടെ നിങ്ങൾ മൂല്യം മനസ്സിലാവില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം. നിങ്ങളെ 77, 78 കൊണ്ട് വായിച്ചേ. നിങ്ങക്ക് സമയമില്ലാത്തോണ്ട് അവയും തീർക്കി. എന്നിട്ട് വേണം നമുക്ക് അതില്ല തീർക്കാൻ. ശിർക്ക് തീർത്തിട്ട് അതിലും തീർത്തിട്ട് നമ്മൾ പോകുള്ളൂ. നിങ്ങൾ വീട്ടിൽ മുസാഫില്ലേ മനുഷ്യ? വീട്ടിൽ മുസാഫില്ലേ? ഹലോ, ഇല്ല, മൊബൈലില്. ഞാൻ മൊബൈലില്. അപ്പൊ വീട്ടിലല്ലേ നിങ്ങള്? ഞായറാഴ്ച അല്ലേ? വീട്ടില് അല്ലല്ല, ഞാൻ ഞാൻ ഇവിടെ UAE-ലുള്ളത്. റൂമിലല്ലേ? ഞായറാഴ്ച അവധിയല്ലേ UAE-ല്? നിങ്ങളെ റൂമിൽ ഒരു ഖുർആൻ പരിഭാഷ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ വേറൊരു മൊബൈൽ എടുത്ത് വായിക്കി. വേറെ മൊബൈലിൽ ഇതില്ല, നെറ്റ് ഇല്ല. 2 മൊബൈലുണ്ട്. ഞാൻ സംസാരിക്കുന്ന. ശരി, ആയിക്കോട്ടെ. ഹാദാ റബ്ബി മാദാ ഹാദാ. പിന്നെ അത് താഴോട്ടിന്റെ പോത്. അതാണ് ഇത്. അവർക്ക് 2 ശിർക്കും പറഞ്ഞുതരാണ്. നിങ്ങൾക്ക് 2 ശിർക്കുമാണ് പഠിപ്പിച്ചു തരാണ്. അള്ളാഹുവിനോട് വിശ്വസിച്ച് ശിർക്ക് ചെയ്യണതും അള്ളാഹുവിനോട് വിശ്വസിക്കാതെ ശിർക്ക് ചെയ്യണതും ഖുർആൻ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ സംശയം പ്രകടിപ്പിക്കരുത്. കിട്ടിയ നിങ്ങൾക്ക് എന്താണ് കിട്ടാത്തത്? അല്ലല്ല, ഇത് കിട്ടി. അത് പിന്നെ എവിടെ? അതാ നിങ്ങക്ക് അവർക്ക് വിശ്വാസം ഇല്ലാണ്ട് ആര് പറഞ്ഞു നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞുതരാ. 78ാമത്തെ വായത്തിന്റെ ആദ്യം ഒന്ന് വായിച്ചേ. 78 അല്ല, 77ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം വായിക്കും. പിന്നെ സൂര്യൻ ഉദിക്കുന്നതായി അവൻ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഹാദാ റബ്ബി ഹാദൽ അക്ബർ, ഹാദാ അക്ബറു. എന്താ പറഞ്ഞത്? എന്താ അതിന്റെ അർത്ഥം? ഹാദാ റബ്ബി എന്ന് പറഞ്ഞ എന്താ? ഇതാണ് എന്റെ റബ്ബ്, അല്ലേ? ഇതാണ് എന്റെ റബ്ബ്. ഹാദാ അക്ബറു, ഇതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ പഠിച്ചവൻ ആരാണെന്ന് പറഞ്ഞ? സൂര്യനാണെന്ന് പറഞ്ഞു, അല്ലേ? ഫലമ്മ അഫലത്ത്, പിന്നെ അത് അസ്തമിച്ചപ്പോൾ അവൻ പറഞ്ഞു. അതാ അവിടെ ഫസ്റ്റ് അവിടെ നിങ്ങൾ 74 പറഞ്ഞില്ല, ആലിഹത്ത് അവിടെ ഇല്ലേ? അതാണ് അവർ പങ്കു. എന്ത് ആലിഹത്ത്? ഹാദാ റബ്ബ് ഹാദാ അക്ബർ, ഹാദാ റബ്ബി ഹാദാ അക്ബർ. ഇബ്രാഹിം, ഇനി നിങ്ങൾ ഇതിന്റെ ഏത് തഫ്സീറിൽ എടുത്ത് വായിച്ചോളി. ഇബ്രാഹിമിന്റെ പിതാവ് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ആളല്ല. നിങ്ങൾ എവിടുന്ന് വേണേ എടുത്ത് പഠിച്ചോളി. യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. തുശ്രികൂന, തുശ്രികൂൻ എന്ന് പറയാൻ നിർത്തണം. മനസ്സിലായോ? ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ. നമ്മൾ വജ്ജഹ്തു ഓതുമ്പോ ഹനീഫൻ മുസ്ലിമൻ ഇത് പറയും. വമാ അന മിനൽ മുശ്രികീൻ എന്ന് ഇബ്രാഹിം നബി അവിടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് നമ്മള് ഇപ്പൊ നിസ്കരിക്കുമ്പോ വജ്ജഹ്തുൽ ഓതുന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം, അല്ലേ? അല്ലേ? പറഞ്ഞോളി. അപ്പൊ ആരാണ് റബ്ബ്? ആരാണ്? അവര് അള്ളാഹുവിനെ വിശ്വസിച്ചത് കൊണ്ടല്ല, അവര് അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നില്ല. വിശ്വസിച്ചതല്ലേ പങ്കു ചേർത്തോടെ പറയുന്നേ? പങ്കു ചേർക്കുക എന്ന് പറഞ്ഞ എന്താണ് സുഹൃത്ത്? ഇവിടെ അള്ളാഹു ആണ് വലുത്, അള്ളാഹു ആണ് അക്ബർ. അപ്പൊ ഷംസ് അക്ബർ ആണെന്ന് പറഞ്ഞാൽ അത് മുഷിർക്കായി.
നിങ്ങളെ നാട്ടിൽ നിങ്ങളെ വലിയ മുസ്ലിങ്ങളുണ്ടല്ലോ, വലിയ മൗലിയന്മാര്, നമ്മളെ നാട്ടിലെ വലിയ മൗര്യന്മാര് നമ്മളെ പിന്നെ ജബ്ബാർ മാഷിനെ ജബ്ബാറേ ജബ്ബാറേ എന്ന് വിളിക്കും. ഷിർക്കല്ലേ ചെയ്യണത്? ജബ്ബാറേ എന്ന് വിളിക്കാൻ പാടുണ്ടോ ഒരാളെ? പാടില്ല. അപ്പൊ ഈ ബഹുമാനക്കുറവ് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാ പീക്കിരികളും വലിയ തലമൂത്ത മൂല്യന്മാരും ജബ്ബാർ ജബ്ബാർ എന്ന് പറയും. ആരനെ? യുക്തിവാദിയായ ജബ്ബാർ മാഷിനെ ജബ്ബാർ എന്ന്. ഓ ചെയ്യണ മുഴുവൻ ഷിർക്കല്ലേ? അപ്പൊ ഷിർക്ക് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ, ഒന്ന് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൂടെ തന്നെ മമ്പർത്ത തങ്ങളോട് കൂടി ഒന്ന് പറയാ എന്ന് ചിന്തിക്കുന്നതും, വീരാനൗലിയ പാപ്പാനോട് പറഞ്ഞ യാസീൻ ഓതിയാൽ വീരാനൗലിയ പാപ്പ വിചാരിച്ച ചിലത് നടക്കും എന്ന് വിചാരിക്കുന്നതുമാണ് ഷിർക്കിൽ ഒന്ന്. അതാണ് നിങ്ങൾ പറഞ്ഞ ഷിർക്ക്. അവരെ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് നമ്മളെ നാട്ടിലെ APകൾ ചെയ്യുന്നു എന്ന് ഇവിടുത്തെ മുജാഹിദുകൾ ആരോപിക്കുന്ന ഷിർക്ക്. എന്നാൽ വിശ്വാസപരമായിട്ട് ഇസ്ലാമിന്റെ തൗഹീദിനെതിരായ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ, അള്ളാഹു ആണ് റബ്ബ്. അപ്പൊ സൂര്യനാണ് റബ്ബെന്നും സൂര്യനാണ് ഏറ്റവും വലിയ റബ്ബ് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്, അതും ഷിർക്കാണ്. അതിന് അയാൾ അള്ളാഹുവിനെ വിശ്വസിച്ച് കളിക്കണം നിർബന്ധമല്ല. അപ്പൊ ബ്രഹ്മാവാണ് സൃഷ്ടിയുടെ പിന്നെ കേന്ദ്രം അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആള് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ഷിർക്കാവും. പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ഷിർക്കാവും. ആവൂലേ? പറഞ്ഞോളൂ. അതൊക്കെ ഷിർക്കാവും. ഞാൻ ഈ പറഞ്ഞതല്ല ഷിർക്ക് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഉസ്താദിനോട് പോയി ചോദിക്കും, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഷിർക്കാണ്. ഞാൻ ഇതിപ്പോ അപ്ലോഡ് ചെയ്യുമല്ലോ, ആൾക്കാർ കേൾക്കും, ആൾക്കാർ തീരുമാനിക്കട്ടെ. എന്നിട്ട് നിങ്ങളിത് ഉസ്താദിനോട് ചോദിക്കും. ഈ വിശ്വാസികൾക്ക് ഷിർക്കും തൗഹീദും പഠിപ്പിച്ചു കൊടുക്കാൻ മുർത്തദ്ദുകൾ പണിയെടുക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തൊന്തരവാണത്. തീർച്ചയായിട്ടും വിളിക്കണം. ഇനി അതിന്റെ കൂടെ നമ്മള് ഇപ്പം ഷിർക്ക് മുഷിരിക്കിനെ നമ്മളെ നാട്ടിലെ ഹിന്ദുക്കളല്ല മുഷിരിക്ക് എന്ന് സ്ഥാപിച്ച എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. അത് അതിലെ ഷിർക്ക് ഇവർക്കെതിരല്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ്. എന്താ അതിലെ ഷിർക്ക് പറഞ്ഞ? എന്താ അതിലെ ഷിർക്ക് പറഞ്ഞ? നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞോളി. നിങ്ങളിപ്പോ ഒന്നും ഉണ്ടാണ്ടായോ? എന്തെങ്കിലുമൊക്കെ പറയും മനുഷ്യ. ഹലോ, എന്തെങ്കിലുമൊക്കെ പറയും. ഹലോ പറയൂ. ഞാൻ ഇവിടെ ഇത് നോക്കിക്കൊണ്ട് തഫ്സീറിന്റെ. എന്താ സെർച്ച് ചെയ്യുന്നത് നിങ്ങള്? എന്താ പറഞ്ഞോളൂ. എന്താണ് അതിലെ ഷിർക്ക് വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ? ഇനി അതിലെ ഷിർക്ക് വൽ മുശ്രിക്കീൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് അല്ല എന്ന് പേരോടിന് അറിയില്ലേന്നോ നിങ്ങൾ പറഞ്ഞത്? ഇതേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വർത്താനം പേരോടിന് അറിയില്ലായിരുന്നോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് അറിയില്ല. നമ്മളെ നാട്ടിലെ ഹിന്ദുക്കളെ കുറിച്ചല്ല, അള്ളാഹുൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളിൽ പെട്ടവരിൽ ഷിർക്ക് ചെയ്യുന്നവരെ കുറിച്ചാണ്. അയാൾ പറഞ്ഞതാ. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല എന്ന് അയാൾ നുണ പറഞ്ഞല്ലേ? പറഞ്ഞതാ. എന്തിനാ ഈ നുണ പറയണത്? ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കിന്റെ ലക്ഷണല്ലേ? നുണ പറയുന്നത് കപട വിശ്വാസിന്റെ ലക്ഷണല്ലേ? അതെ. അപ്പൊ അത് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين. അല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഇനി നിങ്ങൾ പറയുന്ന ഒരു മിനിറ്റ് കേട്ടോ. വാതിൽ നടച്ചേ. ഹലോ, നിങ്ങൾ ഒരു മിനിറ്റ്, ചെറുക്കനെ കൊണ്ട് വല്ലാത്ത നിങ്ങൾ പറഞ്ഞ കഥ അനുസരിച്ചിട്ട്, അതായത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റു ഷിർക്കുകളിൽ ഏർപ്പെടുന്ന ആളുകളാണ് എന്ന് വിചാരിക്കുക.
അവരെ കുറിച്ച് അവളെ നശിപ്പിക്കണേ, ഓൽക്ക് ഓല പ്രശ്നം ഉണ്ടാക്കണേ, ഓല ഇജ്ജത്ത് തകർക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? ശരിയാണോ? അല്ല, അള്ളാഹുവിന്റെ നമുക്ക് വിശ്വാസം ഇല്ലല്ലേ, പിന്നെന്തിനാണ് ഞാൻ ആയിക്കോട്ടെ. അതാ ചോദിക്കുന്നത്. അല്ല വിശ്വാസം അല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ അല്ലേ? എന്റെ കണക്ക് അല്ല. ഇപ്പോ അള്ളാഹു കാര്യം, ഇപ്പൊ അള്ളാഹുവിൽ വിശ്വാസമില്ല. അള്ളാഹുവിൽ ഇപ്പൊ വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും മുശ്രിക്കുകളിൽ പെടും. നിങ്ങൾക്ക് ഞാൻ ഖുർആൻ തെളിവ് തന്നു, നിങ്ങൾ അയിമ തർക്കിക്കല്ലേ. ഞാൻ എന്നിട്ട് നിങ്ങളോട് അല്ല, നിങ്ങളത് അംഗീകരിക്കുന്നവരെ, നിങ്ങളത് പഠിച്ചിട്ട് വരുന്നത് വരെ, ആയിക്കോട്ടെ, നിങ്ങളത് പഠിച്ചു വരുന്നത് വരെ നിങ്ങളുടെ വാദം അനുസരിച്ച് ഷിർക്കാവുന്ന അള്ളാഹുവിനെ ദൈവമായി അംഗീകരിച്ചുകൊണ്ട് ചിർക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് മുശ്രിക്കുകൾ എന്ന വാദം, അതാണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമുള്ളത്. അത്തരം ആളുകളെ കുറിച്ച് അവരെ തകർക്കണം, അവരെ നശിപ്പിക്കണം, അവരെ അപമാനിക്കണം, അവരെ ഇകഴ്ത്തണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്, ശരിയാണോ? അല്ല, ഞങ്ങൾ ഇപ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അള്ളാഹുവിന്റെ കൽപ്പന എല്ലാം ഒരു അംഗീകരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അത് അള്ളാഹുവാണ് പറഞ്ഞത്. ഇത് എന്ത് അനുസരിക്കാത്ത ഞാൻ അതാ പേരെ പറഞ്ഞ. ഞാൻ ചോദിക്കണത്, നിങ്ങളോട് ഞാൻ ചോദിക്കണത്, നിങ്ങൾ പറഞ്ഞ ഡെഫിനിഷൻ വെച്ചിട്ടുള്ള മുശ്രിക്കുകൾക്കെതിരെ അതില്ല ഷിർക്ക് വൽ മുശ്രിക്കീൻ എന്ന് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഇപ്പോ അള്ളാഹുവിന് പങ്കു ചേർത്ത് അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹ് അവിടെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് സഹജീവിയുടെ കാര്യം. ഒരു സഹജീവിയുടെ അയാൾക്ക് അപമാനം ഉണ്ടാക്കണമെന്നും അയാളെ തകർക്കണമെന്നും അയാളുടെ ഇസ്സത്ത് നശിപ്പിക്കണമെന്നും കുറച്ചുകൂടിയും ഈ നിങ്ങൾ യുദ്ധത്തിന്റെ സമയത്ത് വേറൊരു ഭീതിയുടെ സമയത്ത്, പേടിയുള്ള സമയത്ത് ചെല്ലുന്ന കുനൂത്തില് അവരുടെ വീടുകള് തകർക്കണമെന്നും അവരുടെ മക്കൾ അനാഥരാക്കണമെന്നും വരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ അടുത്തുണ്ട്. വേണം നിങ്ങൾക്ക്? ഇങ്ങനെ മനുഷ്യരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം. അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുന്ന മനുഷ്യരെ നശിപ്പിക്കണേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ സഹജീവിക്കെതിരായിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. അള്ളാഹുവിനെതിരെ ശിർക്ക് ചെയ്യുന്നത്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുന്നത് നോക്കാൻ അള്ളാഹ് അവിടെ ഉണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ സഹജീവിയുടെ, നിങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടിൽ താമസിക്കുന്ന മനുഷ്യർക്കെതിരെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ ശരിയാണെന്ന ചോദ്യം. നിങ്ങളാണ് അതിനെ മറ്റുള്ള മതക്കാർ, അതാരോ ആവട്ടെ, അതിപ്പോ അസറഫും പിന്നെ സെരീഫ് മാത്രമാണ് നിങ്ങളെ കണക്കിൽ മുശ്രിക്കുകൾ ഉള്ളെങ്കിലും അവരെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. നമ്മളെ നാട്ടിലെ ഹിന്ദുക്കൾക്കെതിരല്ല പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ വാദം, ആയിക്കോട്ടെ പോട്ടെ. നമ്മളെ നാട്ടിലെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ ഈ ജാതി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ചിന്തിക്കേ. അപ്പൊ അത് ന്യായീകരിച്ചാൽ നിൽക്കൂല എന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നോണ പറഞ്ഞത്. എന്ത്? ഞങ്ങൾ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കലില്ല എന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊക്കെ പള്ളിയിൽ പോയപ്പോ ആമീൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ കുറച്ചധികം കാലമായിട്ട് പലപ്പോഴായിട്ട് സൗദി അറേബ്യയിലും യു എയിലൊക്കെ ഉള്ള പല പള്ളികളിലും അത് ഒഴിവായിട്ടുണ്ട്. അവർ അല്ലാഹു മഅ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞു നിർത്തും. അത് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കൊന്നല്ല, അതിലൊരു തെറ്റിദ്ധാരണയില്ല. നിങ്ങൾക്കായിരുന്നു തെറ്റിദ്ധാരണ. അതിന് ഞങ്ങൾക്ക് ഖുർആനിൽ തന്നെ ക്ലാസ് എടുത്ത് തന്നത് തിരുത്തിയിട്ടുണ്ട്. അതാണ്. അപ്പൊ നിങ്ങളത് പഠിച്ചോളിയും. പിന്നെ ഞാൻ ഖുർആൻ ഓതിയ സമയത്ത് ഒരു ചെറിയ അക്ഷരപ്പറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അത് പൊക്കി പിടിച്ചാലും വരികയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങള് വായിക്കും, പഠിക്കും, മനസ്സിലാക്കിയും. ആരും മുശ്രിക്കായാലും ഈ ജാതി വർത്താനം പ്രാർത്ഥിക്കുന്നതാണ് പ്രശ്നം. മുശ്രിക്ക് ആരാന്നുള്ളതിന് വലിയ പ്രസക്തി ഇല്ല. എന്തായാലും മനുഷ്യന്മാരെ കുറിച്ചാണല്ലോ, പോത്തുകളെ കുറിച്ച് എന്തായാലും ആവില്ലല്ലോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വിളിക്കും. ലൈവ് അല്ലല്ലേ? ലൈവ് അല്ല, ഇത് അപ്ലോഡ് ചെയ്യും.
അപ്ലോഡ് ചെയ്യേണ്ട പേര് വെളിപ്പെടുത്തരുത്. പേരൊന്നും നിങ്ങൾ പറഞ്ഞോ പേര് ഞാൻ അവിടെ ഒരു ബീപ്പ് ഇടാം. നിങ്ങൾ പേര് കേൾപ്പിക്കൂല. ഓക്കെ, ഒഴിവാക്കാം. പേര് വെളിപ്പെടുത്തരുത്. ശരി ശരി, നമ്മൾ ചർച്ച ചെയ്ത ഭാഗം മാത്രം മനസ്സിലായി. ഓക്കെ, ശരി ശരി.